ക്ഷമിക്കുന്നതും സഹിക്കുന്നതുമെല്ലാം യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടും നമ്മെ വേദനിപ്പിക്കുന്നവരോടും നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്ന് നാം യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ തിരുഹൃദയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിക്കുകയും നമ്മെ വീണ്ടെടുക്കുവാൻ സഹിക്കുകയും ചെയ്ത യേശുനാഥൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചാണ്. ഹൃദയം സ്നേഹത്തിൻ്റെ പ്രതീകമാണെങ്കിൽ യേശുനാഥൻ്റെ തിരുഹൃദയം സൂചിപ്പിക്കുന്നത് നമ്മോടുള്ള ത്യാഗപരമായ സഹനപൂർണമായ സ്നേഹത്തെയാണ്. യോഹന്നാന്റെ സുവിശേഷം 15 മുതൽ യേശുനാഥൻ പറയുന്നു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ വചനം യേശുനാഥൻ കുരിശിൽ പൂർത്തിയാക്കിയപ്പോൾ റോമാക്കാർക്കെതിരെ ലേഖനം 5:8 പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. യഥാർത്ഥമായ സ്നേഹത്തിൽ സഹനങ്ങളും ത്യാഗങ്ങളും ഉണ്ട് എന്ന് ഇന്നത്തെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥമായ സ്നേഹം? ഒരു വ്യക്തിയോട് 24/7 സംസാരിക്കുന്നതല്ല യഥാർത്ഥമായ സ്നേഹം. ഒരാൾക്ക് വേണ്ടി രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നതല്ല യഥാർത്ഥമായ സ്നേഹം. യഥാർത്ഥമായ സ്നേഹം എന്നുള്ളത് കൂടെയുള്ളവരുടെ കുറവറിഞ്ഞിട്ടും അവരെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥമായ സ്നേഹം. തള്ളിക്കളയുവാൻ 100 കാരണങ്ങളുണ്ടെങ്കിലും ചേർത്ത് പിടിക്കുവാൻ ഒരു കാരണമുണ്ടെങ്കിൽ ആ കാരണത്തിൻ്റെ പേരിൽ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥമായ സ്നേഹം. കാരണം സ്നേഹം എന്നുള്ളത് ഒരു വികാരമല്ല, മറിച്ച് അതൊരു തീരുമാനമാണ്. ഏത് പ്രതിസന്ധിയിലും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നുള്ള തീരുമാനം, ഏത് സാഹചര്യങ്ങളിൽ ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തിയില്ല എന്നുള്ള തീരുമാനം. ഇപ്രകാരം തീരുമാനങ്ങളെടുക്കുവാൻ, ഇപ്രകാരം സ്നേഹിക്കുവാൻ സഹനങ്ങളും ത്യാഗങ്ങളിലൂടെയും നാം കടന്നു പോകണമെന്നൊരു ബോധ്യമാണ് ഇന്നത്തെ തിരുഹൃദയ തിരുനാൾ നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്, വിവാഹ ജീവിതത്തിൽ വിള്ളലുകൾ വീഴുന്നത്, കുടുംബങ്ങൾ ശിഥിലമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ത്യാഗപരമായ സ്നേഹം ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ സുഖവും സന്തോഷവും നൽകുന്നതാണ് സ്നേഹമെന്നൊരു തെറ്റായ ബോധ്യത്തിലൂടെ നാം എല്ലാവരും കടന്നു പോകുന്നത് കൊണ്ടാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 ദൈവം പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാൻ സാധിക്കുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥമായ സ്നേഹത്തിന് നാം ഒരുപാട് സഹനങ്ങളും ത്യാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ്. എഫേഷ്യൻസ് 5:1 പൗലോസ് പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് നമുക്കെല്ലാം നിറവുകളും ഉള്ളത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ കുറവുകളും ബലഹീനതകളും കൂടെ തന്നെയാണ് ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിലും അതിൻ്റെ പേരിൽ അവരെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം രൂപീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്, യഥാർത്ഥ സ്നേഹത്തിൻ്റെ വ്യക്താക്കളായി നാം മാറുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ പോലെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വ്യക്താക്കളായി മാറുവാനും മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് തിരുഹൃദയം നമുക്ക് കാണിച്ചു തരുന്ന യഥാർത്ഥ സ്നേഹം പങ്കുവെക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം വചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. എന്തിന് നാം വചനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ചാൽ 2 തിമോത്തി 3:14 നാം വായിക്കുന്നത് വചനങ്ങളെല്ലാം ദൈവനിവേശിതമാണ് എന്നാണ്. നാം വചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന ബോധ്യത്തോടുകൂടി വചനത്തിന് പ്രാധാന്യം നൽകുവാനായിട്ട് പരിശ്രമിക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസും കൂടാതെ നമ്മുടെ വാക്കിലും നോക്കിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഈ ഒരു ദിവസം ജീവിത വിശുദ്ധിക്കെതിരെ ഒരു തെറ്റും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന പ്രതിജ്ഞയും ദൈവത്തോടുള്ള അതിനുള്ള പ്രാർത്ഥനയും ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ദിവസം തുടരുകയും ചെയ്യാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധ കന്യാമറിയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുവാനായി നിങ്ങൾ പരിശ്രമിക്കുക. അങ്ങനെ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ വലിയ ദൗത്യം പൂർത്തീകരിക്കുന്നവരായി മാറുവാൻ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.